ഷിരൂരിൽ അർജുന്റെ ലോറിക്കുള്ളിൽ നിന്ന് ഫോണും ബാഗും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെടുത്തു. DNA സാമ്പിളുകൾ മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായി കാർവാർ SP M നാരായണ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാക്കും. പരിശോധനാ ഫലം നാളെ ലഭിച്ചേക്കുമെന്നും കേരളത്തിലേക്ക് മൃതദേഹത്തിനൊപ്പം കർണാടക പോലീസ് അനുഗമിക്കുമെന്നും SP അറിയിച്ചു. Family members' DNA profiling is with us. Already post-mortem of this body has to done, and today there is some more bones are left in the cabin, so we are retrieving it. It will be given to the doctors. Today evening they are doing the autopsy and they shape the entire body, and we will send it today to the regional forensic laboratory to match the DNA. Once it is it is in Mangalore. So once it is matched, tomorrow state government only, our police only will hand over the police till their village. So I am arranging all the transport facilities, and once report is reached, I am trying to get the maximum report. Once the report came, then we will hand over the body by government. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കണ്ടെടുത്ത അർജുൻ്റെ ലോറിയിൽ നിന്നും അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും ബാഗും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മൃതദേഹ അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ DNA പരിശോധനയ്ക്കായി സാമ്പിൾ ലബോറട്ടറിയിൽ അയച്ചിട്ടുണ്ട്. ഇതിനുശേഷമുള്ള തുടർ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? 2 ദിവസത്തിനകം ഈ അർജുൻ്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം കർണാടക പോലീസ് അർജുൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുമെന്നാണ് കാർവാർ SP M നാരായണ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. വളരെ വേഗത്തിൽ തന്നെ എല്ലാ നടപടികളും മുന്നിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ പോലെ 4 മുതൽ 5 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുമായിരുന്ന DNA പരിശോധനാ ഫലമൊക്കെ 2 ദിവസത്തിനകം തന്നെ പൂർത്തീകരിച്ച് തരാമെന്ന് കാർവാർ SP പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടവും ഇന്നോടുകൂടി തന്നെ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് അല്പസമയം മുമ്പാണ് നമ്മുടെ ഗംഗാവലി പുഴയാണ്. ഗംഗാവലി പുഴയിൽ 73 ദിവസമാണ് അർജുൻ്റെ ട്രക്ക് ഈ മണ്ണിനടിയിൽ ഏകദേശം 12 മീറ്ററോളം ആഴത്തിൽ മണ്ണിനടിയിൽ പൂണ്ടുകിടന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഈ ഡ്രഡ്ജർ, ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രഡ്ജറിലെ ഡൈവർമാർ വെള്ളത്തിനടിയിൽ നടത്തിയ പരിശോധനയിലാണ് വണ്ടി കണ്ടെത്തുകയും പിന്നീട് അത് ഡ്രഡ്ജർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത്. രാവിലെ 10:30യോട് കൂടിയിട്ട് നമ്മൾ ഇപ്പം നിൽക്കുന്നതിന് അല്പം മുമ്പിലായിട്ട്, കുറച്ച് മുമ്പിലായിട്ട് ഒരു 50 മീറ്റർ മുമ്പിലുള്ള ഒരു വഴിയിലെ കൂടെ ആയിരുന്നു ഈ വണ്ടി വലിച്ച് കയറ്റിയത്. പിന്നീട് ഈ ട്രക്കിൻ്റെ ടയർ അനങ്ങാത്തത് മൂലം കയറ്റാൻ വേണ്ടി കുറച്ച് പ്രയാസങ്ങളൊക്കെ ടെക്നീഷ്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ആ ട്രക്ക് വലിച്ച് കയറ്റി അതുവഴി മുമ്പിൽ കാണുന്ന ആ വഴിയാണ് കയറ്റിക്കൊണ്ടുവന്നത്. ഇപ്പോൾ എന്നിട്ട് ദേശീയപാതയ്ക്ക് സമീപത്തായിട്ട് തന്നെ നിർത്തുകയും ചെയ്തു. ഒരു പക്ഷേ അപകടം നടക്കുന്ന സമയത്തും അർജുൻ്റെ വാഹനം ഇതേ ദിശയിൽ ഇതുപോലെ തന്നെ ആയിരിക്കാം നിന്നിട്ടുണ്ടാവുക. കാരണം കർണാടകയിൽ നിന്ന് ലോഡ് എടുത്തിട്ട് കോഴിക്കോടേക്ക് മലപ്പുറത്തേക്ക് വരികയായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. അന്ന് വണ്ടിയിൽ നിറയെ മരങ്ങളുണ്ടായിരുന്നു. ഒരു പൂർണ്ണ സജ്ജമായിട്ടുള്ളൊരു വാഹനമായിരുന്നു. ആ വണ്ടിയാണ് ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങോട്ടേക്ക് എത്തിച്ചതിന് ശേഷവും ഇതിൻ്റെ ക്യാബിൻ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. അർജുൻ്റെ വസ്ത്രങ്ങൾ കിട്ടിയിരുന്നു. അർജുൻ പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കിട്ടിയിരുന്നു. എല്ലാത്തിനും ഉപരിയായി അർജുൻ ഓരോ ട്രിപ്പിന് പോകുമ്പോഴും അർജുൻ്റെ മകൻ അർജുൻ്റെ വണ്ടിയിൽ കയ്യിൽ കൊടുത്തുവിടാറുണ്ടായിരുന്ന ഒരു കളിപ്പാട്ടം കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എല്ല് കിട്ടിയിരുന്നു. ഈ ക്യാബിൻ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു പ്രധാനമായിട്ടും പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. കാരണം ഈ വെള്ളത്തിനടിയിൽ നിന്ന് അർജുൻ്റെ ശരീരത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കണ്ടെത്തുന്ന സമയത്തും അത് ക്യാബിനകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരീരഭാഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ തലയോട്ടിയൊന്നും കിട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ ഈ ക്യാബിൻ പൊളിച്ചിട്ടായിരുന്നു ഒരു പരിശോധന നടത്തിയത്. ക്യാബിൻ്റെ ഓരോ ഭാഗങ്ങളും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കി മാറ്റിയും കട്ട് ചെയ്ത് മാറ്റിയും ഒക്കെയായിരുന്നു ഇതിനകത്ത് പരിശോധന നടത്തിയത്. നമുക്ക് ഈ വണ്ടി ദൃശ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് വലിപ്പത്തിലും അല്ലെങ്കിൽ വ്യാപ്തിയിലുമുള്ള അപകടമാണ് ഇവിടെ നടന്നത് എന്ന് കണ്ടാൽ മനസ്സിലാവും. ആദ്യഘട്ടങ്ങളിൽ ഈ ടയറൊന്നും അനങ്ങുന്ന ഒരു രീതിയിലായിരുന്നില്ല. ഒരു പക്ഷേ അർജുൻ അത് വണ്ടി നിർത്തിയിട്ട സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിനാലൊക്കെ ആയിരിക്കാം അത് ആദ്യഘട്ടത്തിൽ ടയർ അനങ്ങാതിരുന്നത്. ഈ ലോറി കരക്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും അതൊക്കെ മാറ്റിയിട്ടുകൊണ്ട് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പല കാര്യങ്ങളും അർജുൻ്റെ വസ്ത്രങ്ങൾ, ബാഗ്, പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മൊബൈൽ ഫോണുകൾ, 2 മൊബൈൽ ഫോൺ, അർജുൻ 2 ഫോണുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ഫോണുകളും ഈ
ഇവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചു. രാവിലെ ഈ ലോറി പുഴയുടെ സമീപത്ത് തന്നെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് ഈ ലോറിക്ക് ചുറ്റും നടക്കുകയും ഒരു പരിശോധനയൊക്കെ നടത്തിയ സമയത്ത് ജേട്ടൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റു ഭാഗങ്ങളൊക്കെ അഭിജിത്ത് കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്ത് പറഞ്ഞത്, ചേട്ടൻ്റേതായിട്ട് അവശേഷിക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം, അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് വണ്ടിയുടെ ക്യാബിൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. അർജുൻ്റെ ഒന്ന് സീറ്റൊക്കെ നമുക്ക് വ്യക്തമായി കാണാം. ഒരുപക്ഷെ സീറ്റ് മാത്രമേ സീറ്റായി അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. ഈ നേരത്തെ ഒരു ടാങ്കർ ലോറിയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുക, ഇവിടെ ഒരു ടാങ്കർ ലോറി ഒഴുകിപ്പോയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ വെച്ച് പരിശോധിക്കുകയായിരുന്നെങ്കിൽ ഇതിൻ്റെ ക്യാബിനൊന്നും വലിയ രീതിയിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ക്യാബിൻ മുകൾ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, അത് ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചു മാറ്റുകയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുവാൻ വേണ്ടി വലിച്ചു മാറ്റി കളയുകയായിരുന്നു ചെയ്ത്, കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു ചെയ്ത്. അങ്ങനെയാണ് പലതരത്തിലുള്ള സാധനങ്ങൾ കിട്ടിയത്. 10 ദിവസം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടി, വണ്ടിയുടെ ഡോക്യുമെന്റ്സ് കിട്ടി, കളിപ്പാട്ടങ്ങൾ കിട്ടി, മൊബൈൽ ഫോണുകൾ കിട്ടി, പാത്രങ്ങൾ കിട്ടി. അങ്ങനെ അർജുൻ്റേത് എന്ന് പറയാൻ അർജുൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ക്യാബിനിലെ പരിശോധനയിൽ കിട്ടിയെന്നാണ് ജിതിനോട് നമ്മൾ ചോദിച്ച സമയത്ത് മനസ്സിലായത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ചില നടപടിക്രമങ്ങളാണ്. ഈ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ചില നിയമകാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കി തരുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നീങ്ങുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ അർജുനെ നമുക്ക് കോഴിക്കോടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.